ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സെമിനാരി ജീവിതം മുതൽ ഞാൻ ശ്രേഷ്ഠ മാതൃകയായി സ്നേഹിക്കുകയും ആദരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന അഭിനന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനി, വന്യരായ റമ്പാച്ചന്മാരെ, ആദരണീയ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ കേരളത്തിന് പുറത്തും കേരളത്തിനും അകത്തുമൊക്കെ സേവനമനുഷ്ഠിക്കുമ്പോൾ വർഷത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഇവിടെ പരിശുദ്ധ ബലി അർപ്പിക്കുവാനും, അതുപോലെ കേരളത്തിന് പുറത്തായിരിക്കുമ്പോൾ വെള്ളിയാഴ്ച ഒരു ധ്യാനത്തിന് ഇവിടെ പ്രത്യേകമായ ഒരു ക്രമീകരണവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതുമാണ്. കാരണം പ്രവർത്തന മണ്ഡലത്തിൽ ഒരു വലിയ ശക്തിയുടെ സംഭരണിയായിട്ട് ഇവിടെ വന്ന് ആ ശക്തി ഈ സംഭരണിയിൽ നിന്നും ശേഖരിച്ച് പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഗ്രഹത്തോടെ ഇവിടെ വന്ന് ബലി അർപ്പിക്കുകയും ധ്യാനം നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കൃപയാലും കരുണയാലും ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഈ സന്ധ്യ ഇവിടെ ചേർന്ന് നിങ്ങളോട് ചേർന്ന് ധ്യാനിക്കുവാൻ ഒരവസരം ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഏറ്റവും പരിശുദ്ധവും പുണ്യവുമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ പുണ്യമായ മണ്ണിൽ നമ്മുടെ പാദങ്ങൾ സ്പർശിച്ചപ്പോൾ ആത്മാനിർവൃതിയുടെ ഉത്തുംഗത്തിലേക്ക് നമ്മൾ കടന്നു കയറിയ ഒരു അനുഭവമായിരുന്നു. ഒരു നൂറ്റാണ്ടിന് മുമ്പ്, അരനൂറ്റാണ്ട് കാലഘട്ടം ഈ ലോകത്ത് ജീവിച്ച ഒരു പുണ്യ ജീവിതത്തെ അനുസ്മരിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് ഈ സന്ധ്യകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ച ആ പരിശുദ്ധനായ പരമര തിരുമേനി അന്നും ഇന്നും എന്നും തലമുറകളോളം സുഹൃതങ്ങളുടെ വറ്റാത്ത കലവറയായിട്ട്, ആ ആയുസ് വളരെ ഹ്രസ്വം എങ്കിലും ബഹുസഹസ്രങ്ങളിൽ സുഹൃതങ്ങളുടെ വറ്റാത്ത കലവറയായിട്ട് ഇന്നും നിലകൊള്ളുന്നു. 112 വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷികളുടെ വലിയ ആ സമൂഹത്തിലേക്ക് പ്രവേശിച്ച തിരുമേനി എന്നും ഒരു പുത്തൻ തീജ്വാലയായിട്ട് അനേകായിരങ്ങൾക്ക്, മാനവ സമൂഹത്തിന് മുഴുവൻ ആശ്രയമായി, അഭയമായി, ആശ്വാസമായി, സങ്കേതമായി, കടന്നു വരുന്നവർക്ക് ഊർജമായി, ഊഷ്മാവായി, പ്രകാശമായി ഒരു പുത്തൻ തീജ്വാലയുടെ അനുഭവമായിട്ട്, ആ തീജ്വാലയോട് അടുത്ത് അണഞ്ഞിരിക്കുന്ന ഈ അവസരം, പരിശുദ്ധനാണ് നമ്മുടെ ധ്യാന വിഷയം. പരിശുദ്ധന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒത്തിരി ഭാവങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിലേറ്റവും പരമപ്രധാനമായത് ഒരു വിശുദ്ധിയുടെ മുഖം, വിശുദ്ധിയുടെ വിഹായസിലേക്ക് ചിറകടിച്ച് പറന്നുയർന്ന ഒരു വിശുദ്ധിയുടെ മുഖം. തീവ്രമായ ആത്മീയ ചര്യകളിലൂടെ, കഠിനമായ ഉപവാസത്തിലൂടെ, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, അങ്ങനെ തീവ്രമായ ആത്മീയ ചര്യകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വിശുദ്ധിയുടെ മുത്തുകൾ ആവോളം വാരിക്കൂട്ടി വിശുദ്ധിയുടെ വിഹായസിലേക്ക് ചിറകടിച്ച് പറന്നുയർന്ന ഒരു വിശുദ്ധന്റെ മുഖം. അതുപോലെ ആ മുഖത്തേക്ക് നോക്കിയാൽ വിശുദ്ധിയുടെ മാത്രമല്ല, ഒരു വിപ്ലവകാരിയുടെ മുഖമാണ്, ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ മുഖം. തിരുമേനി വിശ്വസിച്ചതും തിരുമേനി പ്രവർത്തിച്ചതും ഒന്ന് തന്നെയായിരുന്നു. തിരുമേനിയുടെ വാക്കും തിരുമേനിയുടെ കർമ്മവും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. പലപ്പോഴും തിരുമേനിക്ക് വാക്കുകൾ കൊണ്ട് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത പലതും
തിരുമേനി തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചിരുന്നു. ഒരു കാലഘട്ടത്തെ മുഴുവൻ ആവാഹിക്കുവാൻ ശക്തമായ ഒരു ചൈതന്യമായിട്ട് പരിശുദ്ധനായ പരുമല തിരുമേനി ജീവിച്ചിരുന്നു. യഥാർത്ഥമായ ക്രിസ്തീയ സ്നേഹത്തിൽ വ്യക്തികളെയും വ്യക്തിബന്ധങ്ങളെയും പവിത്രീകരിച്ചുകൊണ്ട് ആ ബന്ധങ്ങളിലുടനീളം എന്നും പരിമളം വിതറിയ തിരുമേനിയുടെ കത്തുകളും തിരുമേനിയുടെ കൽപ്പനകളും തിരുമേനിയുടെ പ്രഭാഷണങ്ങളും അതൊക്കെ എന്നും 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 ആനുകാലികമാണ്. എൻ്റെ ഇന്നത്തെ ചിന്ത, തിരുമേനി 130 ദിവസങ്ങൾ വിശുദ്ധ നാട് സന്ദർശിച്ചിട്ട് ഈ പരുമലയിൽ തിരിച്ചെത്തി ഇവിടെ കൂടിയ ജനസമൂഹത്തോട് തിരുമേനി നടത്തിയ പ്രസംഗത്തിലെ ഒരു പ്രസക്ത ഭാഗമാണ്. ഇന്ന് നമ്മൾ 9 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തും വിശുദ്ധ നാട് സന്ദർശിച്ചിട്ട്. അന്ന് 130 ദിവസങ്ങൾ നീണ്ടുനിന്ന ആ വിശുദ്ധ നാട് സന്ദർശിച്ചിട്ട് തിരുമേനി തിരിച്ചെത്തി ആ പുസ്തകം ഉറുശലേം യാത്ര മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ഒരു കൃതി എന്ന് സാഹിത്യം വിശേഷിപ്പിക്കുന്ന ആ ഉറുശലേം യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ തിരുമേനിയൊത്ത് നമ്മൾ അനുയാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അത്രമാത്രം ഹൃദയസ്പർശിയായ ആഴമായ അനുഭവങ്ങൾ തിരുമേനി അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ആ യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ എത്തി ഈ പരുമല പള്ളിയിൽ തിരുമേനി നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം. ആ പ്രസംഗം നമുക്ക് വളരെ പരിചിതമാണ്. അതിലെ വാക്കുകൾ ഇതിനെ നിത്യസൂക്തങ്ങളെന്നും വചനസ്തുതയെന്നും ഒക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. പല പല രീതിയിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വചനസ്തുതയെന്നും ഭക്തവചനമെന്നും സൂക്തങ്ങളെന്നും ഒക്കെ. ഇവിടെ തിരുമേനി ചെയ്ത പ്രസംഗത്തിൽ ജനങ്ങളുടെ ഇടയിൽ സത്യം, സന്മാർഗം, വിശ്വാസം, ഭക്തി, പരസ്പര സ്നേഹം, ബഹുമാനം ഇതൊക്കെ വളർത്തുവാൻ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നതാണ് പ്രാർത്ഥന. നിത്യവും പ്രാർത്ഥന ചെയ്യുന്ന ഒരുവൻ അസത്യവാനോ ദുർമാർഗിയോ അവിശ്വാസിയോ ഭക്തിഹീനോ സ്വാമിദ്രോഹിയോ ആയിത്തീരുന്നില്ല. അതുപോലെ പ്രാർത്ഥന എന്നത് ശൈശവത്തിൻ്റെ ഉത്സാഹവും യൗവനത്തിൻ്റെ ശാന്തിയും വാർദ്ധക്യത്തിൻ്റെ സമാധാനവുമാകുന്നു. ഇങ്ങനെ വളരെ വളരെ പരിചിതമായിരിക്കുന്ന അർത്ഥവത്തായിരിക്കുന്ന ഇന്നത്തെ സൂക്തങ്ങൾ തിരുമേനിയുടെ പ്രഭാഷണങ്ങളിൽ അതിനകത്ത് തിരുമേനി പറയുന്നൊരു വാചകം എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് സേവനമനുഷ്ഠിക്കുമ്പോൾ ഒരു മാസം ദീർഘമായിട്ട് നവംബർ അവസാനം വരെയും പല പല ഇടവുകളിലായിട്ട് 2-3 ഇടവുകൾ നോക്കുമ്പോൾ ആ ഇടവുകളുടെ സൗകര്യാർത്ഥം ഈ പരിശുദ്ധൻ്റെ പെരുന്നാൾ ആചരിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നവംബർ മാസത്തെ ഞാൻ പരിമല മാസമെന്നും പരിശുദ്ധൻ്റെ മാസമെന്നും ഒക്കെ സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ചിന്തയിൽ ഈ പരിശുദ്ധൻ്റെ പ്രഭാഷണത്തിലെ സൂക്തങ്ങൾ തന്നെയാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരുമേനി ആ പ്രഭാഷണങ്ങളിൽ പറഞ്ഞ ഒരു വാചകം തിരുമേനി പറയുന്നു, സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തൻ. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ആ പ്രഭാഷണത്തിലെ ഒരു വാചകമാണ്. സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തൻ. പ്രിയപ്പെട്ടവരെ, ഭക്തിക്ക് നമ്മൾ ഒരുപാട് നിർവചനങ്ങൾ നൽകാറുണ്ട്. ആരാധന ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, നമസ്കാരങ്ങൾ മുടങ്ങാതെ നിർവഹിക്കുന്ന, ദേവാലയത്തെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, സഭാപിതാക്കന്മാരെ ആദരിക്കുന്ന, ദശാംശവും അതുപോലെ നേർച്ചകളും കാഴ്ചകളും ഒക്കെ കൃത്യമായിട്ട് നൽകുന്ന, പ്രാർത്ഥനാ ജീവിതം മുടങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളെയൊക്കെ നമ്മൾ ഭക്തിയുടെ മുഖങ്ങളായിട്ട് വ്യക്തികളായിട്ട് ഒക്കെ കാണാറുണ്ട്. ഇവിടെ ഭക്തിക്ക് ഒരു പുതിയ ദർശനം, ഭക്തന് ഒരു പുതിയ മുഖം തിരുമേനി പറയുകയാണ്. സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തൻ. ഭക്തിക്ക് ഒരു പുതിയ നിർവചനം, ഭക്തന് ഒരു പുതിയ മുഖം തിരുമേനി നൽകുകയാണ്. സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ
അവനാണ് യഥാർത്ഥ ഭക്തൻ. അതിന്റെ അവസാനം തിരുമേനി പറയുന്നുണ്ട്, ദൈവം സൃഷ്ടിച്ചതെല്ലാം സ്നേഹിക്കുവാനുള്ളതാണ്. ദൈവം സൃഷ്ടിച്ച സകലവും സ്നേഹിക്കുവാൻ ഉള്ളതാണ്. അപ്പോൾ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുന്നവനും ദൈവ സൃഷ്ടിയെ സ്നേഹിക്കുന്നവനും അവനാണ് യഥാർത്ഥ ഭക്തൻ എന്നാണ്. ഇവിടെ സമസൃഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തെ പരമപ്രധാനമായ ഒരു ഘടകം, ഒന്ന്, ദൈവത്തിന്റെ പ്രതിരൂപത്തിലും ദൈവത്തിന്റെ പ്രതിച്ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. സമസൃഷ്ടങ്ങളിൽ ഒന്നാമത്തെ ഭാഗം അതാണ്. ദൈവത്തിന്റെ പ്രതിരൂപത്തിലും ദൈവത്തിന്റെ പ്രതിച്ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നും ആനുകാലികമായിരിക്കുന്ന പ്രസക്തമായ ഈ പ്രഭാഷണം മനുഷ്യബന്ധങ്ങൾക്ക് അപജയം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെയാണ് പരിശുദ്ധൻ പരിമല തിരുമേനി പറയുന്നത്, ദൈവ സൃഷ്ടിച്ച മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. മനുഷ്യബന്ധങ്ങൾക്ക് അപജയം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഗ്ലോബൽ വില്ലേജും അതുപോലെ ലോകമേ തറവാടും ആഗോള വിപണിയുമൊക്കെ കേൾക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ മനോഹരമായ വിഷയങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം കണ്ടെത്തിയിരിക്കുന്നത് കൂട്ടുകുടുംബ സമ്പ്രദായങ്ങളിൽ നിന്നും അണുകുടുംബ സമ്പ്രദായങ്ങളിലേക്കുള്ള പരിണാമം ഇന്നത്തെ ലോകത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് തിരുമേനി പറഞ്ഞത്, സമസൃഷ്ടികളെ, മറ്റുള്ളവരെ, മനുഷ്യരെ നല്ലവണ്ണം സ്നേഹിക്കുന്നവനാണ് ഏറ്റവും ഉദാത്തമായ ഭക്തിയുടെ മാതൃക. ഇന്ന് ആർക്കും ആരെയും വേണ്ടാത്ത, ആർക്കും ആരും ഇല്ലാത്ത ഒരു അവസ്ഥാവിശേഷത്തിൽ, ഒരു കൂരയിൽ താമസിക്കുമ്പോഴും ഒരു മുറിയിൽ ഒതുങ്ങുമ്പോഴും ഒരു കട്ടിലിൽ കിടക്കുമ്പോഴും ആർക്കും ആരുമില്ലാത്ത ഒരു അന്യവൽക്കരണത്തിൻ്റെ മാനസിക ഭാവം, അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോതിരമണിയിച്ച് കാർമ്മികൻ ആശംസിച്ച് ആ ഒന്നാമത്തെ ഭാഗം പൂർത്തിയാക്കുമ്പോഴും ഇന്ന് പല കുടുംബങ്ങളുടെയും ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കരിന്തിരി എരിയുന്ന അനുഭവമാണ്. തിരുമേനി പറയുന്നത്, മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ലാഭനഷ്ടത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ബന്ധങ്ങൾ ഇന്ന് പരിപോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഒരു നോട്ടത്തിലാണെങ്കിലും ഒരു ചിരിയിലാണെങ്കിലും ഒരു വാക്കിലാണെങ്കിലും എന്താണ് എനിക്ക് നേടുവാൻ ഉള്ളത് എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന, നേട്ടത്തിൽ അധിഷ്ഠിതമായ, ലാഭനഷ്ടത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. 1875 ജർമ്മനിയിൽ ജനിച്ച് 1965 ഫ്രാൻസിൽ മരിച്ച ആൽബർട്ട് ഷോയ്സർ, നൊബേൽ പ്രൈസ് ജേതാവായ ആൽബർട്ട് ഷോയ്സർ പറയുന്നത്, മനുഷ്യന്റെ ഭാഗമാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രമല്ല എൻ്റെ ഭാഗം, മനുഷ്യന്റെ ഭാഗമാണ്. പരസ്പര ബന്ധം ശാസ്ത്രം ഇന്ന് എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ലോകം മുഴുവൻ ഒരു തുള്ളി കണ്ണുനീര് ഉതിർന്നു വീണ റയാന ജുബാരി എന്ന പെൺകുട്ടി, 26 വയസ്സുകാരി, അവൾ 19ാമത്തെ വയസ്സിൽ ഇറാനിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടവളാണ്. അവൾ അവളുടെ അമ്മയ്ക്ക് അവസാനമായിട്ട് കൊടുത്ത സന്ദേശത്തിൽ, മരണം ഒരു അന്ത്യമല്ല എന്ന് എൻ്റെ അമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലോ. ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അമ്മ അപേക്ഷിക്കണം, എൻ്റെ ജീവന് വേണ്ടിയല്ല, എൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാനായിട്ട്. ശാസ്ത്രത്തിന്റെ പുരോഗതിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അവയവങ്ങൾ, ഒരു മനുഷ്യന്റെ കണ്ണ്, ഒരു മനുഷ്യന്റെ ഹൃദയം, ഒരു മനുഷ്യന്റെ കിഡ്നി, ഒരു മനുഷ്യന്റെ രക്തം, ഇതൊക്കെ മറ്റുള്ളവർക്കിന്ന് അനുയോജ്യമാണ്. അയലത്തുകാരൻ്റെ
ഹൃദയം ചേരും, അയലത്തുകാരൻ്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ കാൽമുട്ട് ചേരും, അയലത്തുകാരൻ്റെ കണ്ണു ചേരും, അയലത്തുകാരൻ്റെ രക്തം ചേരും, എല്ലാം ചേരും. പക്ഷേ ചേരാത്തതൊന്നുണ്ട് അല്ലേ? പരസ്പരം മനസ്സ്. ഈ അവയവങ്ങളെല്ലാം പൊരുത്തപ്പെടും. ശാസ്ത്രം അത്രമാത്രം പുരോഗമിച്ചു. പക്ഷേ മനുഷ്യ മനസ്സുകൾ അത്രമാത്രം പുരോഗമിച്ചിട്ടില്ല. ലാഭനഷ്ടത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ബന്ധങ്ങൾ ഇന്ന് പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പരസ്പര സ്നേഹവും പരസ്പര കരുതലും പരസ്പര അംഗീകാരവും പരസ്പരം ഉള്ള എല്ലാ ബന്ധങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അപ്പത്തിൻ്റെ അംശികളാകുവാൻ ഓരോ ഞായറാഴ്ചകളും കൂടി വരുമ്പോൾ അവിടെ നിന്നും തിരിച്ചു പോകുന്നത് വിള്ളലുകൾ വീണ ബന്ധങ്ങളിലേക്കാണ്. പരസ്പരം അംശികളാകുവാൻ, പരസ്പര പൂരകങ്ങളാകുവാൻ, പൂർത്തീകരിക്കുവാൻ ദൈവം ആക്കിയിരിക്കുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് സോദോം രാജാവ് പറയുന്ന ഒരു വാചകമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ സോദോം രാജാവ് അബ്രഹാമിനോട് പറയുന്നു, ഈ ആളുകളെ മുഴുവൻ എനിക്ക് തരിക, എന്റെ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക. സോദോം രാജാവ് അബ്രഹാമിന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്ന പ്രലോഭനമാണ്, നിന്റെ ആളുകളെ എനിക്ക് തരിക, എന്റെ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക. അബ്രഹാമും ലോത്തും കൂടി പിരിയുന്നു. സഹോദരന്റെ പുത്രനായ ലോത്തിനോട് അബ്രഹാം പറയുന്നു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാട്ട്, നിനക്കാണ് പ്രയോറിറ്റി, നീ തെരഞ്ഞെടുക്കുക ആദ്യം. അങ്ങനെ സ്വാർത്ഥനായ ലോത്ത് യോർദാന്റെ പ്രദേശം തെരഞ്ഞെടുത്ത് ലോത്തും സംഘവും കൂടി യോർദാന്റെ പ്രദേശം തെരഞ്ഞെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ചെന്നുപെടുന്നത് സോദോം രാജാവിന്റെ തടവറയിലാണ്. സോദോം രാജാവ് കീഴടക്കി തടവറയിലാക്കി. ഈ വിവരം അബ്രഹാം അറിഞ്ഞു. 318 അഭ്യാസികളുമായിട്ട് സോദോം രാജാവിന്റെ അടുക്കലെത്തിയിട്ട് രാജാവുമായിട്ട് പോരാടി അവസാനം ലോത്തിനെയും സംഘത്തെയും പുറത്തു കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ വിശാലത, ഹൃദയവിശാലത, വിശ്വാസം മാത്രം പോരാ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ഹൃദയവിശാലത ഉണ്ടായിരുന്നു. ബന്ധങ്ങളിൽ വിശ്വാസം. അബ്രഹാം ലോത്തുമായിട്ട് പിരിയുന്ന അവസരത്തിൽ നീ ഇടത്തോട്ടെങ്കിൽ, അങ്ങനെ ഫലഭൂയിഷ്ടമായിരിക്കുന്ന പ്രദേശം ലോത്ത് തെരഞ്ഞെടുത്ത് പോകുമ്പോഴും അബ്രഹാമിന്റെ ഉള്ളിൽ നീരസമോ വൈരാഗ്യമോ ശത്രുതയില്ല. ഈ ലോത്ത് അകപ്പെട്ട് കഴിഞ്ഞു കണ്ടപ്പോൾ അബ്രഹാം അഭ്യാസികളുമായിട്ട് വന്നിട്ട് ലോത്തിനെ അവിടെ നിന്നും മോചിപ്പിക്കാൻ. അവിടെയാണ് സോദോം രാജാവ് വെച്ച കെണി. ഈ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക, നിന്റെ ആളുകളെ എനിക്ക് തരിക. പ്രിയപ്പെട്ടവരെ, മനുഷ്യബന്ധത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതം, പരസ്പര ബന്ധത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതം പരിപോഷിപ്പിക്കണം. ലോത്തിന്റെ സ്വാർത്ഥതയും അബ്രഹാമിന്റെ നിസ്വാർത്ഥതയും കൂടി ഇന്നും നമുക്ക് ചുറ്റും ഏറ്റുമുട്ടുന്നുണ്ട്. ഒരു ചിന്തകൻ പറയുന്നു, God created man to be loved and things to be served. God created man to be loved and things to be served. ദൈവം നമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് അന്യോന്യം പരസ്പരം സ്നേഹിക്കുവാനാണ്. മറ്റുള്ളതിനെല്ലാം സൃഷ്ടിച്ചത് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുവാനാണ്. God created man to be loved and things to be served. ഇവിടെ ഈ ക്രമം ഇന്ന് കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. God created man to be used and things to be loved. നമ്മുടെ പരക്കം പാച്ചില്, ആർത്തി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ എത്രയോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നു. അതല്ലേ ഈ ക്രമം കീഴ്മേൽ മറിഞ്ഞു എന്ന് പറയുന്നത്. God created man to be used. ഇന്നത്തെ ലോകത്തിന്റെ ക്രമം ഇതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഉപയോഗിക്കുവാനും, സാധനങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാ? സ്നേഹിക്കുവാൻ. ഈ ക്രമം ഇന്ന് കീഴ്മേൽ. അതുകൊണ്ടാണ് ഇന്നത്തെ മനുഷ്യനെ ആധുനിക കിരാതന്മാർ
ആധുനിക കിരാതന്മാർ. ഒരു കാലഘട്ടത്തിൽ വനാന്തരങ്ങളിൽ കിരാതന്മാർ ഉണ്ടായിരുന്നു. ഇന്ന് കോൺക്രീറ്റ് വനങ്ങളിൽ താമസിക്കുന്ന കിരാതന്മാർ, ആധുനിക കിരാതന്മാർ. കുറെ നാളുകൾക്ക് മുമ്പ് കോട്ടയത്ത് നിന്നും ഒരു വാർത്ത വന്നു. ഒരു വീടിന്റെ മതിലിനടുത്ത് അസഹനീയമായ ദുർഗന്ധം. അയൽത്തുകാരൻ എത്തി വലിഞ്ഞ് മതിലിനപ്പുറത്തേക്ക് നോക്കി. അവിടെയും ഒന്നും വാടിയെടുക്കാൻ തക്കവണ്ണമില്ല. ഈ മതിലിനകത്തേക്ക് ചാടി പുരയിടത്തിൽ നോക്കി, ഒന്നുമില്ല. കുറേയൊക്കെ വീടിനടുത്തോട്ട് ചെന്നപ്പോൾ ഈ ദുർഗന്ധം അസഹനീയമായിട്ട് വരുന്നു. നോക്കിയപ്പോൾ ജനലിനകത്തൂടെ കാണുന്നത് ചീഞ്ഞ് അളിഞ്ഞു കിടക്കുന്ന അയൽക്കാരൻ്റെ ശരീരമാണ്. ഇതാണ് അയൽ ബന്ധങ്ങൾ. ഇന്ന് ആധുനിക യുഗത്തിലെ കിരാതന്മാർ എന്ന് പറഞ്ഞതാണ്. ഇത് പത്രത്തിൽ വന്ന വാർത്തയാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ ചിന്ത, മനുഷ്യബന്ധങ്ങൾ. സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തൻ. എൻ്റെ ഒന്നാമത്തെ ചിന്ത. അതുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനി ഭക്തിക്ക് ഒരു പുതിയ നിർദ്ദേശം, മാർഗദർശനം നൽകുകയാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന ഭക്തിയുടെ സംസ്കാരം, പരസ്പരം സ്നേഹിക്കുന്ന ഭക്തിയുടെ സംസ്കാരം, പരസ്പരം കരുതുകയും അംഗീകരിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തിയുടെ സംസ്കാരം. അതാണ് ഭക്തിക്ക് തിരുമേനി നൽകുന്ന ഒരു പുതിയ നിർവചനം. എൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ, സമസൃഷ്ടങ്ങളിൽ ഒന്നാമത്തെ ഭാഗം മനുഷ്യനാണെങ്കിൽ ദൈവത്തിന്റെ പ്രതിരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണെങ്കിൽ, രണ്ടാമത് പ്രകൃതിയിലെ വിഭവങ്ങളാണ്. ഈ പ്രകൃതിയെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തൻ. വലിയ മാർ ബസേലിയോസ്, കപ്പദോക്യൻ പിതാക്കന്മാരുടെ കാരണവരെന്ന് വിശേഷിപ്പിക്കുന്ന വലിയ മാർ ബസേലിയോസ് പറയുന്നു, ദൈവം സൃഷ്ടിച്ച സകലത്തിലും ദൈവത്തിന്റെ മുദ്ര പതിഞ്ഞിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ച സകലത്തിലും ദൈവത്തിന്റെ മുദ്ര പതിഞ്ഞിരിക്കുന്നു. പരിശുദ്ധ മാമോദീസയുടെ റുസ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ജീവമുദ്ര പ്രാപിപ്പാൻ അടുത്തു വന്നിരിക്കുന്ന ഈ പൈതൽ എന്നൊക്കെ മുദ്രയിട്ടുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് കൗദാശിക ജീവിതത്തിന്റെ ചുവടുകൾ ചവിട്ടിയെങ്കിൽ നമുക്കെല്ലാവർക്കും ആ മുദ്രയുണ്ട്. എന്നാൽ വലിയ മാർ ബസേലിയോസ് പറയുകയാണ്, ദൈവം സൃഷ്ടിച്ച സകലത്തിലും ദൈവത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു. ഞാൻ ഈ വാചകം ചിന്തിച്ചപ്പോൾ, ദൈവം ഓരോന്നിനെയും സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടി അങ്ങോട്ട് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ശിരസിൽ തൻ്റെ കൈ അങ്ങോട്ട് വെച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു വിടുകയാണ്, പൊയ്ക്കും. ആടിനെയും കോഴിയെയും താറാവിനെയും ഈ പ്രകൃതിയിലെ ഓരോന്നിനെയും. വലിയ മാർ ബസേലിയോസ് പറയുകയാണ്, ദൈവം സൃഷ്ടിച്ച സകലത്തിലും ദൈവത്തിന്റെ മുദ്ര പതിഞ്ഞിരിക്കുന്നു. ഈ പ്രകൃതിയോടുള്ള ബന്ധം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഭീഷണിയായിട്ട് തീർന്നിരിക്കുന്നു. ഈ ഭൂമിയെ ഭാരതീയ സംസ്കാരത്തിൽ വിളിച്ചത് ഭൂമിയെ ദേവി എന്നാണ്. സുറിയാനി പിതാക്കന്മാര് ഈ ഭൂമിയെ വിളിച്ചത്, ഈ മണ്ണിനെ വിളിച്ചത് മാതാവെന്നാണ്. വലിയ നോമ്പിന്റെ വ്യാഴാഴ്ച നമസ്കാരത്തിന്റെ രാത്രിയുടെ 4-ാം ക്രമത്തിൽ മണ്ണാൽ മനയപ്പെട്ടു നീ നിഗളിക്കേണ്ട മണ്ണെ, നാളെ നീ ചേരും നിന്റെ മാതാവായ മണ്ണിൽ. ഈ മണ്ണിനെ അമ്മയെന്നാണ് സുറിയാനി പിതാക്കന്മാര് വിളിച്ചത്. ഭാരതീയ സംസ്കാരത്തിൽ ഭൂമിയെ ദേവിയായിട്ടും സുറിയാനി സംസ്കാരത്തിൽ ഈ മണ്ണിനെ മാതാവായിട്ടുമൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഈ മണ്ണിനെ ആദരവോടെ ഭക്തിയോടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ചുമതലയുണ്ട്. കുറെ നാളുകൾക്ക് മനോരമയുടെ ഒരു ഫീച്ചർ വന്നു, ഭൂമിക്ക് പനി പിടിച്ചു. അതിനകത്ത് മനോഹരമായ ഒരു ചിത്രമുണ്ടായിരുന്നു. വളരെ നീളമുള്ളൊരു തെങ്ങ് വളർന്നു നിൽക്കുന്നു. ആ തെങ്ങിന് ചുറ്റും ഒരു തിട്ടയുണ്ട്. ബാക്കി എല്ലാ മണ്ണും JCB കൊണ്ടെടുത്ത് മാറ്റിയിരിക്കുന്നു. എപ്പോഴും മറിഞ്ഞു വീഴാവുന്ന നിലയിൽ ആ തെങ്ങിന്റെ ചിത്രം. ഭൂമിക്ക് പനി പിടിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാണ്, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകുന്നു, ഭൂമി പൊടുപൊട പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, ഭൂമി
കാവൽ മാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യങ്ങൾ അതിൻ്റെ മേൽ ഒരു വലിയ ഭാരമായിരിക്കുന്നു. യെശയ്യാ പ്രവചനം 24-ാം അധ്യായത്തിൽ. ഇത് ഇന്ന് നമുക്ക് ചുറ്റും ഈ പ്രകൃതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഭൂമിക്ക് വെറും പനിയല്ല, പിന്നെയോ മാരകമായ രോഗം പിടിപെട്ടിരിക്കുന്നു. ലോകം ഇന്ന് കടുത്ത ദുരന്തങ്ങളുടെ പിടിയിലാണ്. പരിശുദ്ധനായ പരമത്തിനുവേണ്ടി പറയുകയാണ്, ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തൻ. ലോകമെന്ന് കടുത്ത ദുരന്തങ്ങളുടെ പിടിയിലാണ്. എയ്ഡ്സും സുനാമിയും കൊടുങ്കാറ്റും മഹാമാരിയും പോലെ ഹോങ്കോങ്ങിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു ബാക്ടീരിയ നിലനിൽക്കുന്നു. അതിനെ തകർക്കുവാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. H5N1 കഴിഞ്ഞ 15 വർഷമായിട്ട്. പ്രിയപ്പെട്ടവരെ, കടുത്ത ദുരന്തങ്ങളിലൂടെ ഈ പ്രകൃതിയിൽ ഇന്ന് കാണുന്ന ഈ വികൃതിയൊക്കെ, ഈ താണ്ഡവങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ ദൈവ സൃഷ്ടിയോട് കാണിക്കുന്ന കൊടും ക്രൂരതയുടെ അനന്തര ഫലങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് വൈദികർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സദറ ഉണ്ട്. തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളവേ, നിനക്ക് സ്തുതി സ്തോത്രം. ഭൂമിയിലെ നിന്ദ്യഭൂഴിയായ എന്നെ നിന്റെ ദൈവികമായ രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർത്തു. ഇതാ അഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാവപരിഹാരവും ഈ സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. ഇതാ അഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാവപരിഹാരവും ഈ സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും. ദൈവം സൃഷ്ടിച്ച സകലത്തിനും വേണ്ടി മോചനവും യാചിച്ചുകൊണ്ടാണ് കാർമ്മികനോട് ചേർന്ന് ഓരോ ബലിയിലും നാം ഭാഗമാകുന്നത്. ഈ കുർബാനയെല്ലാം കഴിഞ്ഞ് ശേലൂൻ ബെശ്ലൂമോ പറഞ്ഞ് സമാധാനത്താലെ പോകുവിൻ. സമാധാനത്താലെ പോകുന്നത് എങ്ങോട്ടെന്നറിയാവോ? ഈ സൃഷ്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഇതടക്കിൽ ചെന്ന് വെള്ളമൊക്കെ ഇറക്കി ഒരു തുണ്ടം വാങ്ങിച്ച് മസാലയൊക്കെ പുരട്ടി സൺഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. സൃഷ്ടി മുഴുവനും വേണ്ടി നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുകളും. പ്രിയപ്പെട്ടവരെ, ദൈവം സൃഷ്ടിച്ചതിനെ നമുക്ക് സ്നേഹിക്കുവാനാണ്. ദൈവത്തിൻ്റെ മുദ്ര പതിച്ച സൃഷ്ടിയെ കടന്ന് ആക്രമിക്കുമ്പോൾ നാം ഓർക്കണം, ഈ പ്രകൃതിയിൽ ഇന്ന് കാണുന്ന വികൃതിയും അതുപോലെ താണ്ഡവങ്ങളും ഒക്കെ ഉണ്ടാകും. ദൈവ സൃഷ്ടിയെ കടന്ന് ആക്രമിക്കുമ്പോൾ, അതിനെ ചൂഷണം ചെയ്യുമ്പോൾ, അകാരണമായിട്ട് അതിനെ ഉപയോഗിക്കുമ്പോൾ, നശിപ്പിക്കുമ്പോൾ, ഇതിനപ്പുറമായ മാരകമായ വിപത്തുകൾ പ്രകൃതിയിലെ ഓരോ ചലനങ്ങളും പൂർവ്വപിതാക്കന്മാർക്ക് മനസ്സിലാകുമായിരുന്നു. പാമ്പ് സ്ത്രീയോട് പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കും. പ്രകൃതിയിലെ ഭാഷ, പ്രകൃതി ജീവികളുടെ ഭാഷ, ഇതൊക്കെ അന്ന് മനസ്സിലായിരുന്നു. ഇന്ന് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല, ഭർത്താവിന് ഭാര്യയുടെ ഭാഷ മനസ്സിലാകുന്നില്ല, മാതാപിതാക്കൾക്ക് മക്കളുടെ ഭാഷ, ആകെപ്പാടെ ഭാഷ കലങ്ങിയിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പണ്ട് മഞ്ഞ് പെയ്ത മാസങ്ങളിൽ ഇന്ന് മഴ പെയ്യുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. ഡിസംബർ ആകുമ്പോൾ വളരെ ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ വീട്ടിലേൽപ്പിക്കുന്ന ജോലിയാ എള്ളിന് മണ്ണ് വാരിയിടും, പുഴി വാരിയിടുക. ഡിസംബറിൽ ആ ഇലയിൽ, എള്ളിൻ്റെ ഇലയിൽ മഞ്ഞ് വെള്ളമിരിക്കും. അപ്പോൾ രാവിലെ ചെന്ന് വെളുപ്പാങ്കാലത്ത് നിന്ന് പുഴി വാരി എറിയും, ഓജസ്സോടെ അത് വളരുവാൻ. ഇന്ന് ഡിസംബറിൽ മഞ്ഞല്ല, ഇന്ന് ഡിസംബറിൽ മഴയാണ്. കാലാവസ്ഥയ്ക്ക് വന്ന മാറ്റം, പ്രകൃതിക്ക് വന്ന മാറ്റം. 3000 വർഷങ്ങൾക്ക് മുമ്പ് എബ്രായ ദാർശനികനായ ശലോമോൻ പറയുന്നൊരു വാചകമുണ്ട്. സഭാപ്രസംഗം 1-8 വാക്യത്തിൽ, കണ്ട് കണ്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ട് കേട്ട് ചെവിക്കും തൃപ്തി വരുന്നില്ല. മതി വരാത്ത ഒരു സംസ്കാരം ആർത്തി പിടിച്ച ആധുനിക മനുഷ്യന് ഇന്ന് നഷ്ടപ്പെട്ടത് അവൻ്റെ ആത്മബലമാണ്. ഇനിയും ജനിക്കുവാനിരിക്കുന്ന
1000 തലമുറയ്ക്ക് ഈ ഭൂമിയും ഈ പ്രകൃതി വിഭവങ്ങളും ആവശ്യമാണ് എന്ന ബോധം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഈ ഭൂമി ഇന്ന് വാസയോഗ്യമല്ലാത്ത ഒരു കാലഘട്ടം കൂടി വരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തി ഭൗതിക സുഖ ആസക്തികളെ നിയന്ത്രിച്ച് ദൈവം സൃഷ്ടിച്ചതിനെ മിതമായിട്ട് വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയണം. പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നൊരു വാചകമുണ്ട്, എൻ്റെ മകനെ തിമോത്തിയോസെ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. ഈ സംസ്കാരം, ഇതൊരു സംസ്കാരമാണ്. ഈ സംസ്കാരം നമുക്ക് പഠിക്കുവാൻ കഴിയാതെ പോകുന്നു. ഒരാൾ ചോറ് വിളമ്പുമ്പോൾ അല്പം കൂടെ വിളമ്പട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വേണ്ട. അല്പം കറി ഒഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട. ഇത് മതി എന്ന് പറയുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. നാം പഠിക്കേണ്ട ഒരു സംസ്കാരമാണ് മതി എന്ന സംസ്കാരം. മനുഷ്യൻ്റെ ആർത്തിയുടെ പരിണിത ഫലമാണ് ഇന്ന് പ്രകൃതിയിൽ കാണുന്ന ഈ ചൂഷണം, താണ്ഡവം. ഗാന്ധിജി പറഞ്ഞു, there is enough to meet everyone's needs, but not enough to meet everyone's greed. മനുഷ്യൻ്റെ ആർത്തിക്ക് തികയാൻ ഇവിടെ ഒന്നുമില്ല. ഗാന്ധിജിയുടെ വാക്കുകളാണ്. മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ആർത്തി തികയ്ക്കുവാൻ ഇവിടെയൊന്നും പൂർണ്ണമാവുകയില്ല. 2 ചിന്തകളാണ്. 1, ദൈവം സൃഷ്ടിച്ച മനുഷ്യനുള്ള ബന്ധം. 2, ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയുള്ള ബന്ധം. ഈ ബന്ധത്തിൽ കൂടി മാത്രമേ ആത്മീയ ജീവിതം ധന്യമാവുകയുള്ളൂ. നിന്റെ ഭക്തി ജീവിതം പൂർണ്ണമാകണമെങ്കിൽ സമസൃഷ്ടങ്ങളെ ആര് നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തൻ. പരിശുദ്ധനായ പരമത്തിന്മയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.